പത്തനംതിട്ടയിലെ ആ ഒരു കേസ് കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ല? അതായത് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി മറ്റേ ഒരു 10 പേര് പീഡിപ്പിച്ചു, ശുചിമുറിയിൽ പീഡിപ്പിച്ചു. കുട്ടിന്റെ കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ 10 പേരുടെ പേരിൽ കേസ്. അത് പറഞ്ഞത് കുട്ടിയുടെ സഹോദരൻ്റെ അടുത്താണ്. സഹോദരി അവിടുത്തെ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. ടീച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈൽഡ് ലൈൻ പ്രവർത്തനടുത്ത് അറിയിക്കുമല്ലോ. അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ കേസ് ചാർജ് ചെയ്തു. 2 കേസ് ചാർജ് ചെയ്തു. മൊത്തം 6 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 2 പേര് പ്രായപൂർത്തിയായവരും വേറെ 4 പേര് പ്രായപൂർത്തിയാകാത്തവരും. അങ്ങനെ കേരളം ഞെട്ടിയൊരു വാർത്ത പറഞ്ഞിട്ടൊക്കെ ന്യൂസ് വന്നു. ആ ന്യൂസ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അല്ലേ? ജസ്റ്റ് പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. പെൺകുട്ടിയുടെ സഹോദരിയാണ് ചൂഷണത്തിന് ഇരയായ കാര്യം സ്കൂൾ ടീച്ചറെ അറിയിക്കുന്നത്. ടീച്ചർ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അറിയിച്ചു. തുടർന്ന് നടത്തിയ കൗൺസിലിംഗിൽ 10 പേരുടെ പേരുകൾ പെൺകുട്ടി വെളിപ്പെടുത്തി. ഇതിൽ പ്രായപൂർത്തി ആയവരുമുണ്ട്. കൃഷ്ണ ഓക്കെ. ഒരു ദിവസം കഴിഞ്ഞപ്പോ കേസില് ട്വിസ്റ്റ്, അതായത് ആ ട്വിസ്റ്റ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആ വീഡിയോ നോക്കിട്ട് വരാം. ഒരു വലിയ ട്വിസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്ത ഇന്നലെ നമ്മൾ ഞെട്ടലോടെ കേട്ടു രാവിലെ. പക്ഷേ ഈ പോക്സോ കേസിൽ അമ്പരപ്പിക്കുന്ന വഴിത്തിരിവുണ്ടായതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. 10 പേർ തന്നെ പീഡിപ്പിച്ചെന്ന 13കാരുടെ മൊഴി പൂർണ്ണമായും കളവാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. സഹപാഠിയുമായി ബ്രേക്കപ്പ് ആയതിന്റെ ദേഷ്യത്തിൽ കെട്ടിച്ചമച്ച കഥയെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വൈദ്യ പരിശോധനയിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞു. കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് വിട്ടയച്ചു. അതായത് ഈ കേസ് വന്ന സമയത്ത് ഞാൻ പതിവായിട്ട് പോകുന്ന ജിംനേഴ്സ് സെന്ററിലെ എൻ്റെ ഫ്രണ്ട്സ് വളരെ ഞെട്ടിപ്പോയൊരു ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അപ്പിളടുത്ത് പറഞ്ഞു, ഇത് ഞെട്ടാനൊന്നുമില്ല, ആ പെണ്ണ് തരികടയാണ്, ടെസ്റ്റ് ഉണ്ടാവും നോക്കിയാ പറഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞില്ല, സംഭവം ടെസ്റ്റോടെ ടെസ്റ്റ്. നമുക്ക് ഇന്ന് ആ പത്തനംതിട്ട പീഡന കേസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇത്തരം കേസുകളിലൊക്കെ പകുതി ആളുകളും ഒരു 80% ഫസ്റ്റത്തെ ആ ഒരു പരാതി മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നീട് അവർ നിരപരാധിയാണ്, അല്ലെങ്കിൽ പെൺകുട്ടി കള്ളക്കേസ് കൊടുത്താണ്, അല്ലെ ആ കള്ളക്കേസ് ചമച്ചാണ് എന്നുള്ളത് ഒരു 80% ആളുകളും ശ്രദ്ധിക്കാറില്ല. ഓക്കെ. അപ്പൊ അതിൻ്റെ ഇടയിൽ ആ പ്രതികൾ എന്ന് പറയുന്ന ടീമുകൾ പോക്സോ കേസാണല്ലേ, അതായത് നാട്ടിലും വീട്ടിലും എന്താ പറയാ വളരെ ഒരാളും ഇടപെടില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരന് ഇങ്ങനത്തെ കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇടപെടുകയില്ല. ഇത്തരം കേസുകളിൽ വന്നു കഴിഞ്ഞാൽ പോലീസുകാരും ചിലപ്പോൾ കൈവയ്ക്കുകയും ചെയ്യും. ജാമ്യമില്ലാത്ത വകുപ്പാണ്. അപ്പോൾ മറ്റേ അറസ്റ്റ് ചെയ്ത ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. 4 പേര്, അതിലെ ഒരു പയ്യനെ പോലീസുകാരിട്ട് തല്ലുകയും ചെയ്തു. അവരുടെ ആ ഒരു ഇല്ലാത്ത, നമ്മളിപ്പോൾ ഒരു കേസിൽ നമ്മളെ കുറ്റം ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടാണ് നമ്മളൊരു ഹറാസ്മെന്റ് അല്ലെങ്കിൽ നമ്മളെ മറ്റേ പോലീസുകാർ തല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു രസമുണ്ട് അല്ലെ, അനുഭവിക്കുന്നതിലൊരു ഇതുണ്ട്. നമ്മൾ ചെയ്തിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട്. ഒന്നും ചെയ്യാത്ത ആ നിരപരാധികളിലാണ് പോലീസുകാർ ഉപദ്രവിക്കുകയും, അതുപോലെ തന്നെ ആ ഉപദ്രവം പോട്ടെ, അതായത് ന്യൂസ് ചാനലുകളിലൊക്കെ അവരായിട്ടുള്ള ആ ഒരു ഇത് വളരെ മോശകരമായ അവസ്ഥ അല്ലേ. അതായത് ഇപ്പോഴത്തെ പെൺപിള്ളേർ എന്ന് പറയുന്നത് പഴയ നമ്മളെ കാലഘട്ടത്തിൽ ഒരു 10-30 കൊല്ലം മുമ്പുള്ള പെൺപിള്ളേരിനെ പോലെയല്ല, മനസ്സിലായ? അതായത് ആ കേസിന്റെ ആ പെൺകുട്ടിയെ നിരന്തരം മൊഴി മാറ്റി പറയുകയാണ്. ഇപ്പോ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല എന്നാണ് ലേറ്റസ്റ്റ്. അതായത് കുട്ടിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയപ്പോ എന്തായാലും ബ്രേക്കപ്പ് ചെയ്ത ആ പയ്യന്റെ പേരിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അയാളുടെ ഫ്രണ്ട്സിനെയും കുറച്ച് പേരിനെ ആക്കിയിട്ട് കുട്ടി വായി തോന്നിയ പേര് പറഞ്ഞു. അത് കേൾക്കാത്ത താമസം ടീച്ചറെ വിളിച്ച് പറഞ്ഞു. മൊത്തം ചൈൽഡ് ലൈൻ ടീമുകൾ വന്നു, കൗൺസിലിംഗ് ചെയ്തു. അപ്പോഴും കുട്ടി അതന്നെയാണ് പറയുന്നത്. കേസായി മൊത്തം. പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് അറിയുന്നത്
സംഭവം പെൺകുട്ടി ഉണ്ടാക്കിയ കള്ളക്കഥയാണ്. ഇപ്പോഴത്തെ പിള്ളേരിന്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ വിചാരിക്കുമ്പോഴൊന്നുമല്ല നിഷ്കളങ്കരായ പിള്ളേരൊന്നുമല്ല. അങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ. അതായത് മറ്റേ ഒരു പെണ്ണിന് എന്ത് വേണമെങ്കിലും പറയാം. കേസിൽ നീയും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. പിന്നെ അവരുടെ പേരിൽ കേസ് എടുക്കേണ്ട വേറെ നിവൃത്തിയില്ല. അങ്ങനത്തെ നിയമങ്ങളാണ് നമ്മുടെ നാട്ടില്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമങ്ങളും ഇല്ല. പെണ്ണ് ചൂണ്ടിക്കാണിച്ചു നീയും ഉണ്ട് പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പ്രതി. ഇത് ഒരു സംഭവം എന്താ പറയാ, ഒരു നിരപരാധിന് അപ്പൊ ജസ്റ്റ് രണ്ട് സൈഡ് ഉണ്ടാവും. അതായത് ഇതിനെ ഒരുപാട് ഈ പോക്സോ കേസിനെ ഒരുപാട് എന്താ പറയാ മിസ്യൂസ് ചെയ്യുന്ന കുറെ ടീമുകൾ. നമ്മൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ മകനെ പീഡിപ്പിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ സ്ത്രീ എന്ന് പറയുന്ന ഒരു ട്രോമ സ്റ്റേജിലാണ്. ആലോചിച്ച് നോക്ക്. അതായത് സ്വന്തം മകനെ പീഡിപ്പിച്ചുകൊണ്ട് കേസ് കൊടുത്തിരിക്കുക. അത് മകൻ. അത് പിന്നീട് മറ്റേ എല്ലാ പത്രങ്ങളും എല്ലാ മീഡിയസും അത് വലിയ ആഘോഷമാക്കി. എന്ന് പറഞ്ഞാൽ വിദേശ ഇതിലേക്ക് കാണുള്ളൂ. അവിടെ ഒരു കേരളത്തിലൊരു മാതാവ് അമ്മ ദൈവത്തിന് തുല്യമായ സ്ത്രീ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഭയങ്കര സെൻസേഷനലായി, വൈറലായി. മൊത്തം പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ആ കുട്ടി എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമാണ്, തമ്മിൽ തെല്ലും നിലപൊളിയാണ്. അപ്പൊ അമ്മനെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ അച്ഛൻ പിരിയേറ്റിട്ട് ചെക്കൻ പറഞ്ഞ ഇതാണ്. പക്ഷെ ആ ന്യൂസ് ആരും അറിഞ്ഞില്ല. ഈ അമ്മ മാനെ പിടിപ്പിച്ചു എന്നുള്ള ന്യൂസാണ് കംപ്ലീറ്റ് വൈറലായത്. അത് കൊണ്ടുപിടിച്ച് നടക്കാൻ മാധ്യമങ്ങളും പിന്നീടാണ് സത്യാവസ്ഥയൊക്കെ തെളിഞ്ഞു വന്നത്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കേസ്. പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ. ഈ പോക്സോ കേസിൽ ഒരുപാട് ഇതുണ്ട്, ഒരുപാട് നിരപരാധികൾ പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കള്ളക്കേസ് കൊടുക്കുന്ന പെമ്പിള്ളേര് അല്ലെ ആരാണ് കള്ളക്കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോക്സോ കേസ് പോലെ തന്നെ തക്കതായ ശിക്ഷ കൊടുക്കണം. അതിനെ വീണ്ടും സംരക്ഷിക്കണം. ചെറിയ കുട്ടികളെ അവരെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലൊന്നും പാടില്ല. ആ കേസിൽ അങ്ങനെ ഒരു ലൂപ്പ് പോയിന്റുകളുണ്ട്. അതായത് കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ചെറിയൊരു ശിക്ഷാവിധി മാത്രമേ ഉള്ളൂ, 6 മാസമോ മറ്റേ ഉള്ളൂ. അത് മാറ്റിയിട്ട് ശരിക്കും പോക്സോ കേസ് പോലെ തന്നെ തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്ന അത് ശിക്ഷാവിധി പോലെ തന്നെ തിരിച്ച് കള്ളക്കേസ് കൊടുത്താലും അതേ ശിക്ഷാവിധി നടപ്പിലാക്കണോ ഒരു പരിധി വരെ ഇതാകാം. ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്കുന്ന രീതി അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ മാന്യമായി നടക്കുന്ന ആളുകളുടെ പേരിൽ ഇഷ്ടംപോലെ പോക്സോ കേസുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് ഈ എന്താ സ്ഥാപിത താല്പര്യക്കാർ, അതായത് കുട്ടികളുടെ വീട്ടുകാരുടെ ചില പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അവനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോക്സോ കേസാണ് പറഞ്ഞാൽ കണ്ണും ചിമ്പി 24 മണിക്കൂറിനുള്ളിൽ കേസ് എടുക്കണം എന്നാണല്ലോ നിയമം. അപ്പൊ അതിന് നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുക. ഈ 9 ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് അല്ലേ, അതായത് കാമുകനുണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം ക്ലാസ് 6-ാം ക്ലാസ് ആകുമ്പോഴേക്കും കാമുകന്മാരും ലൈനും ഇതൊക്കെയാണ്. മറ്റേ 20 കൊല്ലം മുമ്പത്തെ കാലഘട്ടമല്ല. പകുതി മുക്കാൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പകുതി മുക്കാൽ വീട്ടിലും ഈ പെമ്പിള്ളേർ ഉപയോഗിക്കുന്ന ക്യാമറ ഫോണ് അല്ലെ സെൽഫോൺ എന്ന് പറയുന്നത് പകുതി മുക്കാലും വീട്ടുകാർക്ക് പോലും അറിയില്ല. ഓക്കെ, സന്ധ്യ നാളിൽ രാവിലെ അടിച്ച് പണിക്ക് പോവും. പിന്നെ പിള്ളേരിന്റെ ഭരണമായിരിക്കും വീടുകളിൽ. അപ്പോ ഒരു പോക്സോ കേസില് കുറച്ച് നിരപരാധികൾ ലാസ്റ്റ് ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പോലീസുകാർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത്. അപ്പൊ കുട്ടിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ അവിടെ ഒരു പ്രശ്നവുമില്ല, പീഡനം നടന്നിട്ടില്ല. ഓക്കെ, പിന്നെ കുട്ടി പറയുന്ന മൊഴികളിലൊക്കെ വളരെ വൈരുദ്ധ്യങ്ങളാ. പോലീസുകാർക്ക് മനസ്സിലായി സംഭവം ഇനിയും എന്താ പറയാ നിരപരാധികളെ വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ വേറെ ഇതാവും പറഞ്ഞു. അപ്പൊ സാധാരണ 2 പോലീസുകാരാണ് ഇപ്പൊ സസ്പെൻഷനിൽ ആകാൻ പോകുന്നത്. എന്താ പറഞ്ഞാൽ അതിൽ ഒരുത്തനെ ഒരു ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. അയാൾക്ക് ഇപ്പൊ അത് 6 പേരിലും ഒരാൾക്ക് 20 വയസ്സായിട്ടു. ഹാർട്ടിനും ചെറിയ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പോക്സോ കേസല്ല, കുട്ടികളെ പീഡിപ്പിച്ചാലോണ്ട് പോലീസുകാർ അരിച്ചുകൊണ്ട് 2 കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോ ഇങ്ങനെയുമായി മൊത്തം വാദി പ്രതിയായ പോലെയായി മൊത്തം അവസ്ഥ ഇതായി. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ഈ പെൺകുട്ടിനെ പീഡിപ്പിച്ച ഈ കള്ളക്കേസ് കൊടുത്ത പെണ്ണിന്റെ വീട്ടുകാർ വന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങളെല്ലാവരും വേറെ രീതിയിലാണ് നോക്കുന്നത്, വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് പണ്ടേ ആ തള്ള വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കരച്ചിലും പിടിച്ചിലും
അപ്പോ ഇങ്ങനത്തെ കേസുകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കള്ളപ്പരാതികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷ. പോക്സോ കേസിൽ ഇപ്പോ 6 മാസമൊക്കെയാണ് കള്ളക്ക പരാതി. ഇപ്പൊ കുട്ടി പ്രായപൂർത്തിയായില്ലെങ്കിൽ അതൊക്കെയാണ് പറയുന്നത്. അത് വളരെ ശിക്ഷാവിധി വളരെ കഠിനമായ ശിക്ഷയാക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇങ്ങനത്തെ കാലഘട്ടം പറഞ്ഞാൽ ആർക്കും ആരുടെ മേലും ഒരു പരാതി കള്ളക്കേസുകൾ കൊടുക്കുക. അത് അറിയാത്ത മുമ്പ് കാള വെറ്റെന്ന് കേട്ട വഴി കേസെടുക്കാനും മാധ്യമങ്ങള് ഇതാക്കാനും വേറൊരു ടീമുകള് മൊത്തം ഒരു പ്രത്യേകതരം അവസ്ഥ അല്ലേ. എന്തായാലും ഒരു 24 മണിക്കൂറിനുള്ളില് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതേ വലിയ ഭാഗ്യം. ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയും കൂടിയിട്ട് അവര് റിമാൻഡിൽ കഴിയണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവരുടെ അവസ്ഥ മാത്രമല്ല, അവരുടെ വീട്ടുകാരുടെ അവസ്ഥ. കേസ് സാധാ കേസല്ല, അടിപിടി വെട്ടും കുത്തൊന്നുമല്ല, പോക്സോ കേസാണ്, പീഡന കേസാണ്. മൊത്തം മാനം കപ്പലേറുന്ന ഒരു പരിപാടിയാണ്. 24 മണിക്കൂറിനുള്ളിൽ ആ കേസിൽ ഇപ്പൊ പെണ്ണാണ് മെയിൻ കുറ്റക്കാരി എന്ന് തെളിഞ്ഞു. അതേ വലിയ കാര്യം. അപ്പൊ അതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ഓക്കെ.